അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മനസ്സിലായി കാണും കാറിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഇത് എവിടെയോ പോകാനുള്ള പുറപ്പാടാന്നുള്ളത്. അതെ, അതായത് 5 മാസത്തിന് ശേഷം 6 മാസം ആവാറായിട്ടോ ഏകദേശം ഞാൻ മാംഗ്ലൂർ പോവാണ്. കൂടാണ്ട് ഒരു ബർത്ത്ഡേ സർപ്രൈസും കൂടി ഉണ്ട് എൻ്റെ ഇന്നത്തെ ഈ വീക്കെൻഡ് വ്ളോഗിൽ. പിന്നെ ഒരു അടിപൊളി റെസിപ്പിയും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോയാലോ. ഒരു ലോങ് 6 മാസത്തിനടുത്തായി ഞങ്ങൾ മാംഗ്ലൂർ പോയിട്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ മാംഗ്ലൂർ പോക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. മാംഗ്ലൂർ പോകുന്നു എന്നല്ലാണ്ട് അവിടെ നിന്ന് ഒരു സാധനങ്ങൾ പോലും വാങ്ങിക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടും പുറത്തിറങ്ങാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടും തന്നെ നമ്മൾ ഒരുപാട് പാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് തന്നെ കൊണ്ടുപോവാണ്. എന്തിനാണ് മാംഗ്ലൂർ പോകുന്നത് എന്ന് വെച്ചാൽ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂഷ്വലി മാംഗ്ലൂർ എല്ലാ വീക്കെൻഡിലും പോയിക്കൊണ്ടുണ്ടായ ആൾക്കാരാണ് ഞങ്ങൾ. എന്താ പറയുക, കഴിഞ്ഞ ലോക്ക്ഡൗണിന്, അതായത് നമ്മൾ മാർച്ചിൻ്റെ ലോക്ക്ഡൗണിന് ഒരു 5 ദിവസം മുമ്പാണ് മാംഗ്ലൂരിൽ നിന്ന് വന്ന്. അതിനുശേഷം പിന്നെ മാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് മറ്റേ ബോർഡറിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയി ഇനി മാംഗ്ലൂർ പോവോ എന്ന് പോലും പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. കേരളത്തിനോട് കാണിച്ച ഒരുപാട് എന്താ പറയുക കാര്യങ്ങളെല്ലാം കൊണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, വീണ്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇപ്പോഴും മാംഗ്ലൂരേ ഉള്ളൂ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളിൽ. എന്തായാലും പറഞ്ഞ പല ഹോസ്പിറ്റൽസും സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിയേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ 6:45 തന്നെ പോവാണ്. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ഫാസ്റ്റിങ്ങിലുള്ള കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറിനെ കാണണം. പിന്നെ അപ്പം എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്തും ഭക്ഷണമൊന്നും അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് ഇപ്പം കോവിഡ് എന്താ പറയുക കൂടിയിട്ടുള്ള സാഹചര്യമാണ്. ഒരുപാട് പേർക്ക് ഇപ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ബോർഡർ എത്തിക്കഴിഞ്ഞ് ബോർഡറിലൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയ ദിവസം ബോർഡർ ജസ്റ്റ് ഓപ്പൺ ആയ ദിവസമാണ്. പക്ഷെ ഒന്നും നിർത്തിയിട്ടോ കാര്യങ്ങളായി ചോദിച്ചിട്ടോ ഒന്നുമില്ല. പിന്നെ ഇവിടെ യൂഷ്വലായിട്ടുള്ള പോലെ തന്നെയാണ് ടോളൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെയുള്ള ആരും മാസ്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒന്നാകെ ഭയങ്കര പേടിയായിപ്പോയി. ഇനി എന്താവും ആടെ പോയി കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു ചിന്ത വന്നു. കണ്ടില്ലേ, നമ്മൾ ടോളിലിരിക്കുന്നുണ്ട് പയ്യന് പോലും മാസ്ക് ഇട്ടിട്ടില്ല. അതുപോലെയാണ് മാംഗ്ലൂരിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ടേക്ക് എത്തി. പക്ഷേ ഹോസ്പിറ്റലിൽ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ റൂമിൽ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ കാഷ്വാലിറ്റിയിലാണ് ഇരുത്തിയിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെ റിസപ്ഷൻ ഏരിയയിൽ പോകാൻ പറ്റും. അവിടെ പോയപ്പം എന്താ പറയുക, ഇതാണ് കുറച്ച് സന്തോഷമായത്. കേരളത്തിന് റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിനൊരു കുറച്ച് സന്തോഷമായി. നമ്മളെ കേരളത്തിലെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളൊരു തോന്നൽ വന്നു കേട്ടോ. അങ്ങനെ ഉമ്മയുടെ ഫാസ്റ്റിങ്ങിലുള്ള ചെക്കപ്സൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് കാറിൽ തന്നെ തിരിച്ചു വന്നു. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം കാറിൽ തന്നെ വന്നിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ഫുഡും പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉമ്മ പത്തിരിയും ചിക്കന് ജസ്റ്റ് ഒന്ന് പെപ്പർ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്രില്ല് ചെയ്ത പോലെ. അപ്പം അതൊക്കെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായതാണ്. പിന്നെ ഉമ്മ ഇതൊന്നും എന്താ പറയുക, ഉമ്മക്കിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കഴിക്കാറുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ കൺസൾട്ടേഷനും കഴിഞ്ഞു. പിന്നെ തിരിച്ചു പോകുമ്പം ഒരു വല്ലാത്തൊരു സങ്കടം കേട്ടോ. മാംഗ്ലൂരിൽ നിന്ന് ഒന്നും വാങ്ങിക്കാണ്ട് പോകുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്ന് വെജ് പിസ്സ എങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഡൊമിനോസിൽ കയറി ഒരു പിസ്സ വാങ്ങിച്ചു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്രാവശ്യം എനിക്കറിയാം ഒരുപാട് ന്യൂ വെഞ്ചേഴ്സ് മാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സുഷി സ്റ്റാർട്ട് ചെയ്തു ന്യൂ ആയിട്ട്. പക്ഷെ ഒന്നും എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഈ സിറ്റുവേഷൻസൊക്കെ ഒന്ന് നേരായി കഴിഞ്ഞാൽ പോകാമല്ലോ. എന്തായാലും ഇന്ന് വീട്ടിൽ വേഗം എത്തേണ്ട കാര്യമുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെത്തി. ഇനി ഞാൻ ഉണ്ടാക്കുന്നുള്ളത് ഒരു പേടയാണ്, നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാലൊന്ന് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം പാല് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് ആ സൈഡിലൊക്കെ വരുന്നുണ്ട് മലായി ഇല്ലേ, അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഹാഫ് ആകുന്നത് വരെ, പാല് പകുതി ആകുന്നത് വരെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ പാലിൻ്റെ കൂട്ടത്തിലേക്ക് ഈ മിക്സ് ചെയ്ത പാലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഡയറക്റ്റ് പൗഡർ ഇട്ടാൽ കട്ടക്കെട്ടു കേട്ടോ.
ഇനി അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് നമുക്ക് റോസ് എസൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും എടുത്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ തന്നെ ഏകദേശം കുറുകി വരും. ഇനി നിങ്ങൾക്ക് കുറുകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് ഒന്ന് കലക്കി നോക്കാം. അപ്പോൾ അത് കുറുകിക്കോളും. ഇല്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ആവശ്യം വരികയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ട് ഇതുപോലെയുള്ള രൂപത്തിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തണുത്ത് കഴിഞ്ഞെങ്കിൽ, തണുക്കാന്ന് വെച്ചാൽ പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇതിനെ ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കണം, ഷേപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മൾക്ക് ഓരോ ഉണ്ടകളാക്കിയിട്ട്, അതായത് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒരു പേടയുടെ ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾക്ക് ഇങ്ങനെ ഓരോ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പിസ്തയും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് സാഫ്രനും യൂസ് ചെയ്യുന്നുണ്ട്. സാഫ്രൻ നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കിട്ടുന്നതല്ലേ. അപ്പം സാഫ്രനും കൂടി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേ പേടയായിരുന്നു ഞാൻ അന്ന് ഈദിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ടുണ്ടായ പേടയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഒരു ചെറിയൊരു ഫ്ലോപ്പ് ഉണ്ടായത് കാരണമാണ് ഇന്ന് ഞാൻ വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നമുക്ക് അന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലത്തെ പാത്രങ്ങളിൽ വെച്ചാൽ നമുക്ക് ഗസ്റ്റിനൊക്കെ നല്ല അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഈ പേട. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇത്താത്താടെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവന് ചെറുപ്പം മുതലേ ഞാനിങ്ങനെ ഒരുപാട് സർപ്രൈസസ് എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുണ്ടാകുമ്പോൾ ഒരുപാട് ബുക്സ്, പിന്നെ അവൻ്റെ ഓരോ വയസ്സിങ്ങനെ കൂടുന്നതനുസരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ പുരക്ക് വന്ന സമയത്ത് ഓൻ എന്നോട് പറഞ്ഞു, പവിത്ത എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക സർപ്രൈസ് ആക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഇത്താണ്ട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ കേക്ക് ഉണ്ടാക്കല്ലേ, അപ്പം വൈകുന്നേരം ഇങ്ങോട്ട് വാ, ഞാനിങ്ങനെ റൂമൊക്കെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാം, അവന് കുറച്ച് ഹാപ്പി ആയിക്കോട്ടെ. അങ്ങനെ അവർ വന്ന് ഡോറൊക്കെ ജസ്റ്റ് അവൻ തന്നെ ഓപ്പൺ ചെയ്തു കേട്ടോ. ഇത് കണ്ടപ്പം ആൾക്ക് ഭയങ്കര എന്താ പറയുക സർപ്രൈസുമായി, ഭയങ്കര ഹാപ്പി ആയി. അവന് വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല പോലും പവിത്ത ഇങ്ങനെ ചെയ്യുന്നൊക്കെ. ആളിങ്ങനെ ഷോക്കായി, കുറേ സമയമൊക്കെ നോക്കിയൊന്ന് ഇഷ്ടമായി. ചെറിയ രീതിയിലാണ് സെലിബ്രേഷൻ എങ്കിലും, അതായത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഷോളൊക്കെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു, കുറച്ച് ബലൂൺസ് വെച്ചു, പിന്നെ കപ്പ് കേക്ക്സ് ഞാൻ വാങ്ങിച്ചതാണ്, ഒന്നും ഞാൻ ഉണ്ടാക്കിയതായിട്ടൊന്നുമില്ല. പേടയും പിന്നെ പായസം വെച്ചു കേട്ടോ. പായസം വെച്ചതെന്നല്ലാത്ത വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ ആൾ ഭയങ്കര ഹാപ്പിയായി. ചെറിയ കുട്ടികൾക്ക് ഇത്രയേ വേണ്ടുള്ളൂ. എന്താ പറയുക ചെറിയൊരു സംഭവമാണെങ്കിലും അവർ വേഗം ഹാപ്പിയാവും. പിന്നെ എൻ്റെ ഇത്ത ഹോം ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർ തന്നെ ചെയ്ത കേക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള റെയിൻബോ ടൈപ്പ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള കേക്കാണ്, നല്ല കളർഫുള്ളുള്ള കേക്കാണ്. അങ്ങനെ പിന്നെ അവന് കേക്കൊക്കെ കട്ട് ചെയ്തു. ശരിക്കും അവന് സെലിബ്രേഷൻ എന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ ഇതൊക്കെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്കും പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീക്കെൻഡ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ മേക്കിങ്സ് ഞാൻ ഇനിയും ഉണ്ടാക്കും. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ നിഷാന സൈനിങ് ഓഫ്. ബൈ.